പക്ഷേ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിൻവലിപ്പിക്കാൻ BJP ശ്രമം എന്ന ആരോപണം. 50-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി രമേശ് കെയുടെ വീട്ടിലേക്ക് പണവുമായി BJP നേതാക്കൾ എത്തിയെന്നാണ് പരാതി. നിലവിലെ BJP സ്ഥാനാർത്ഥിക്കും കൗൺസിലർക്കുമെതിരെയാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. ഞാനിവിടെ പുറത്തിറങ്ങിയ സമയത്ത് ഒരു ഫോൺ വന്നു. സുനിൽ പറഞ്ഞ ആളാണ് വിളിച്ചത്. അപ്പോൾ അവർ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു തന്നെ. ഞാനിപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ വാർഡ് മെമ്പർ ഇവിടുത്തെ ജയലക്ഷ്മി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പിന്മാറാൻ പറയണം, LDFൻ്റെ ആൾ പിന്മാറിയിട്ടുണ്ട്, പിന്മാറാൻ പറയണം. ഭർത്താവ് വന്നിട്ട് സംസാരിച്ചിട്ട് രാവിലെ പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഇവിടുത്തെ അവസ്ഥയും ബുദ്ധിമുട്ടൊക്കെ അറിയാം, എന്താ വേണ്ടത് വെച്ചാൽ ഞങ്ങൾ സഹായിക്കാം, പിന്മാറാൻ പറയണമെന്നൊരു 2-3 തവണ ആവർത്തിച്ചിട്ട് പറഞ്ഞ് അവർ പോയിരിക്കണം. ഭീഷണിയൊന്നും ഇവിടുത്തെ ഇങ്ങനെ പണം വാഗ്ദാനം ചെയ്തിട്ട് പോയിരിക്കണം. എന്നാൽ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ആശംസ അറിയിക്കാനാണ് വീട്ടിൽ പോയതെന്നും കൗൺസിലർ ജയലക്ഷ്മി പറഞ്ഞു. ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു വോട്ട് അഭ്യർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. എല്ലാ വീടുകളിലേക്കും ഞാൻ പോയി ഇവരെ വീട്ടിലെ ഫാമിലിയിലൊന്നും കണ്ടില്ല. അപ്പം അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അത് ഞാൻ ചോദിച്ച് വോട്ട് വേണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അപ്പോഴാണ് അവർ അറിഞ്ഞത് അവർ 50-ാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ അവർക്കൊരു ആശംസകൾ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞ് ഞാൻ വീടെത്തുകയും ചെയ്തു. പിന്നെ ശേഷം എന്താ നടന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല. കോൺഗ്രസ് ആരോപണം തള്ളി BJP പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും രംഗത്തെത്തി. സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കേണ്ട ആവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. ഇപ്പൊ ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇല്ലാത്ത സംഭവത്തിനെ ഉണ്ടാക്കി പാലക്കാട് നഗരസഭയിൽ വലിയ വെപ്രാളത്തിനാണ് അവർ. UDFൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന പാലക്കാടിന്റെ MLA കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ജാള്യത അവർക്ക് മറച്ചു വെക്കണം. അപ്പോൾ ഇതുകൊണ്ട് ഇത്തരത്തിൽ അതെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ബോധപൂർവം ഇത്തരത്തിൽ BJPയുടെ നേർക്ക് വരുന്നതാണ്. ആയിഷത്തുൽ ഷംന അവരങ്ങൾ ചേരുന്നു. ഷംന, രാത്രി പോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഒരു BJP കൗൺസിലർ വിജയാശംസ പറയുകയാണെങ്കിൽ അത് വലിയ ഹൃദയവിശാലതയാണ്. ഷംന, അത് തന്നെയാണ് ഹാഷ്മി. എന്തായാലും രാത്രി 12:30 കൂടിയാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഈ രമേശന്റെ വീട്ടിൽ നിലവിലെ നഗരസഭയിലെ 50-ാമത്തെ വാർഡാണ് ഇത്. ഇവിടെ നിലവിൽ BJPയും കോൺഗ്രസും മാത്രമാണ് മത്സര രംഗത്തുള്ളത്. ഈ LDF സ്ഥാനാർത്ഥിയുടെ പത്രികയൊക്കെ നേരത്തെ തന്നെ പിൻവലിച്ചിരുന്നു. ഇതേ തുടർന്ന് BJPയും കോൺഗ്രസും മാത്രം നിലവിൽ മത്സര രംഗത്തുള്ള ഒരു വീട്ടിൽ, ഒരു സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ ചെന്ന് നിങ്ങൾ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം, UDFന്റെ സ്ഥാനാർത്ഥി എന്നത് പിൻവലിക്കണം, അങ്ങനെയാണെങ്കിൽ പണം വാഗ്ദാനം ചെയ്യും. താരതമ്യേന ഈ രമേശിന്റെ കുടുംബം സാമ്പത്തികമായി ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന ഒരു കുടുംബമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകാം, പണമായി നൽകാം, സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചാൽ മതി എന്നാണ് BJP കൗൺസിലർമാർ അടക്കമുള്ള നേതാക്കൾ വീട്ടിലെത്തി രാത്രി 12:30 പറഞ്ഞത് എന്നാണ് ഇപ്പോൾ രമേശിന്റെ കുടുംബത്തിന്റെ ആരോപണം. പക്ഷേ എന്നാൽ ഇതെല്ലാം പൂർണ്ണമായി നിഷേധിക്കുകയാണ് BJP നേതൃത്വം ചെയ്യുന്നത്. ഈ പറയപ്പെടുന്ന കൗൺസിലറുമായി ജയലക്ഷ്മിയുമായി പോലും നമ്മൾ സംസാരിച്ചിരുന്നു. ആശംസ അറിയിക്കാനാണ് പോയത്. LDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കാനിടയ സാഹചര്യം നമ്മൾ പരിശോധിച്ചിരുന്നോ? അതും ഇത്തരം ഓപ്പറേഷൻ ആണോ ഷംന? ഹാഷ്മി, നിലവിൽ അത്തരം സാഹചര്യങ്ങളിൽ അതിനെക്കുറിച്ചൊന്നും നേരിട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മറ്റ് കാരണങ്ങൾ എന്ന് മാത്രമാണ് അറിയിച്ചത്. പക്ഷെ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലെ BJPയുടെ ഇടപെടലൊന്നും നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നിലവിൽ ഈ BJP ആരോപിക്കുന്നത് BJPക്ക് കൃത്യമായി സ്വാധീനമുള്ള ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ഈ 50-ാം വാർഡിലൊക്കെ കഴിഞ്ഞ തവണ 1000-ത്തിലധികം വോട്ടുകളാണ് BJPക്ക് ലഭിച്ചത്. അതേസമയം ഈ LDFനും കോൺഗ്രസിനും എല്ലാം ലഭിച്ചത് 100 വോട്ടുകൾ, 200 വോട്ടുകൾ, ഇങ്ങനെയൊക്കെ നിലയിലാണ്. അപ്പോൾ കൃത്യമായി തന്നെ BJPക്ക് സ്വാധീനമുള്ള ഒരു മേഖലയാണ്. അങ്ങനെ ഒരു മേഖലയിൽ എന്തിനാണ് ഈ UDF സ്ഥാനാർത്ഥിയെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് BJP ചോദിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ നിലവിലെ BJPയിലെ വിഭാഗീയത, പാലക്കാട് നഗരസഭയിലും പാലക്കാടും BJPക്കിടയിലെ വിഭാഗീയത വലിയ ചർച്ചയാവുകയായിരുന്നു. ഈ നേരത്തെ തന്നെ ജില്ലാധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ഈ നഗരസഭാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ നേതൃത്വത്തിനെതിരെ രൂക്ഷമായി രംഗത്തെത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല, തങ്ങൾ ഒറ്റക്കെട്ടാണ്, അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായി ജയിച്ചിരിക്കുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാനാവണം ശ്രമം. എന്തായാലും രാത്രി 12 മണിക്കാണ് വീട്ടിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ പോയി വിജയാശംസ പറയാൻ രാത്രി 12 മണിക്ക് പോകണോ എന്ന ചോദ്യമൊക്കെ അവിടെ ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പല സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നതിൻ്റെ കൂട്ടത്തിൽ പണം എന്നൊറ്റങ്ങാട് ഉൾപ്പെടുത്തണം. പല വഴിക്ക് സ്ഥാനാർത്ഥികളൊക്കെ പിൻവലിച്ച് തങ്ങളുടെ ഭാഗം സേഫ് ആക്കാൻ കഴിയുമോ എന്നുള്ള നോട്ടമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.